ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കേരള പൊറോട്ടയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം പൊറോട്ട ഉണ്ടാക്കിയിട്ട് ഞാൻ വിചാരിച്ച അത്രയും ശരിയായില്ല. അപ്പോൾ ഇന്ന് ഞാൻ കുറേ പഠിച്ചിട്ട് കുറേ പരീക്ഷണമൊക്കെ ചെയ്ത ശേഷമാണ് ഇന്നത്തെ വീഡിയോ എടുക്കാൻ പോകുന്നത്. പൊറോട്ട അടിപൊളിയായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ആദ്യം വേണ്ടത് മൈദയാണ്. ഇത് 1 കിലോയിലെ മൈദയാണ്. നമുക്ക് 1/2 കിലോ മൈദയിലാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ കുറച്ച് ഉപ്പ്, പഞ്ചസാര, 1 മുട്ട, സോഡാപ്പൊടി, എണ്ണ, 1 കപ്പ് വെള്ളം. ഇത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നമുക്കിപ്പം 1/2 കിലോ മൈദയാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഈ 1/2 കിലോ മൈദയിൽ നമുക്കൊരു 8 പൊറോട്ട അല്ലെങ്കിൽ 8-9 പൊറോട്ട നമുക്ക് ഉണ്ടാക്കാം. ഒരു 1 കിലോ മൈദ മാവ് ഉണ്ടെങ്കിൽ നമുക്ക് 18-20 പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഈ 1/2 കിലോ മൈദയിൽ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് എങ്ങനെ ചേർക്കണം എന്നൊക്കെ വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ആദ്യം പാത്രത്തിൽ 1/2 കിലോ മൈദ ഇടുന്നു. 1/2 കിലോ മൈദ മാറ്റി വെച്ചേക്കായിരുന്നു. 1/2 കിലോ മൈദ ഇട്ടു. അതിൽ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ടേബിൾ സ്പൂൺ തികയത്തോണ്ടാണ് വീണ്ടും എടുത്തത്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് അതിൽ 1 പിഞ്ച് സോഡാപ്പൊടി ഇട്ടു. ഇത്തിരി പോലെ ഇട്ടുള്ളൂ, 1 പിഞ്ച് ഇട്ടുള്ളൂ. 1 പിഞ്ച് സോഡാപ്പൊടീൻ്റെ കണക്കെന്ന് വെച്ചാൽ 3 കിലോയ്ക്ക് 1/2 ടേബിൾ സ്പൂൺ സോഡാപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിൽ നമ്മൾ മുട്ടയും പൊട്ടിച്ചിടാം. 1/2 കിലോ മൈദ എടുത്തതുകൊണ്ട് നമുക്ക് 1 മുട്ട മതി. 1 മുട്ടയെ നമ്മൾ പൊട്ടിച്ചിട്ടു. ഈ 1/2 ലിറ്റർ മൈദ ആയതുകൊണ്ടാണ് നമ്മളൊരു പാത്രത്തിൽ മൈദ ഇട്ടു. അതിൽ 1 മുട്ട പൊട്ടിച്ചിട്ടു. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു. 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ടു. 1 പിഞ്ച് സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കുഴയ്ക്കാം. നന്നായിട്ട് കുഴയ്ക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. കുറച്ചായിട്ട് വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോകും. നമുക്ക് ഭാഗത്ത് ഇവിടെ വെച്ച് ചെയ്യാം. അതിന് മുമ്പ് കുറച്ച് എണ്ണ ഇട്ട് ഇവിടെ കുറച്ച് എണ്ണ ഒഴിച്ച്, അല്ലെങ്കിൽ ഇത് ഇട്ടിപ്പോണെങ്കിൽ നനഞ്ഞ തുണി വെച്ച് നമുക്കത് അടച്ചു വയ്ക്കാം. ഇതിൽ മൊത്തത്തിലൊന്ന് നമ്മൾ എണ്ണ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മളൊരു വെളുത്തൊരു തുണി കൊണ്ട്, നനച്ച തുണി കൊണ്ട് നമ്മളിത് അടച്ചു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് ഇരുന്ന് സെറ്റ് ആവും. അതുകൊണ്ടാണ് നനച്ച തുണി വെച്ചിരിക്കുന്നത്. തോർത്തായാലും മതി, ഒരുപാട് നനവ് വേണ്ട, അത്യാവശ്യം ചെറിയൊരു നനവ് മതി. നമുക്കിത് 10 മിനിറ്റ് ശേഷം എടുക്കാം. ഓക്കെ, ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളിത് മാറ്റുകയാണ്. എന്നിട്ട് നമ്മൾ വീണ്ടും കുറച്ച് എണ്ണയിട്ട് വീണ്ടും നമ്മൾ കുഴയ്ക്കും. ഇതിന് നമ്മൾ ഉണ്ട ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്ക് ഇത് 1/2 കിലോ മൈദ ആയതുകൊണ്ട് നമ്മൾ ഒരു 4-5 ഉണ്ടയായിട്ടാണ് മാറ്റുന്നത്. ഒരു ഉണ്ടയിൽ നമുക്ക് 2 പൊറോട്ട ഉണ്ടാക്കാം. ഏകദേശം സെറ്റായിട്ടുണ്ട്, പൊറോട്ട സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഉണ്ട ഉണ്ടാക്കി മാറ്റി വയ്ക്കാം. നല്ലതായിട്ട് എണ്ണയിട്ട് പുരട്ടി വയ്ക്കണം. ഈ നമ്മൾ ഈ വെട്ടിട്ട ഭാഗ്യം താഴെ ഇരിക്കണം. അങ്ങനെ 5 എണ്ണം നമ്മൾ കുറച്ച് നേരം നമുക്കിത്
അടച്ചു വയ്ക്കാം. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതെടുത്ത് മാറ്റാം. നമുക്കപ്പം പൊറോട്ട അടിച്ചു തുടങ്ങാം. കുറച്ച് എണ്ണ താഴെ ഒഴിച്ചു. എന്നിട്ട് ഇത് നമ്മൾ രണ്ടായിട്ട് മുറിക്കും. മുറിച്ച ശേഷം കുറച്ച് എണ്ണയൊക്കെ തേച്ച് ഇത് നമ്മൾ ഇങ്ങനെ എടുക്കും. ഇങ്ങനെ എടുത്ത ശേഷം കയ്യിൽ വെച്ച് കറക്കി 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 ഇതായി ബാക്കിയിരിക്കുന്ന ഭാഗം അടിയിലോട്ട് ചുറ്റി വെച്ചിട്ട് വയ്ക്കും. കണ്ടു? ഇതേപോലെ ഇതും നമ്മൾ ഇതേപോലെ എടുക്കും. ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി 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 താഴെ വയ്ക്കും. അതേപോലെ ഇത് മൊത്തം നമ്മൾ ചെയ്യും. കത്തി വെച്ചേക്കാണ്. നമുക്ക് നനഞ്ഞ തുണി വെച്ച് ഒന്നും കൂടെ നമുക്കിത് അടച്ചിടാം. ഒരു 5 മിനിറ്റത്തേക്ക് നമുക്ക് അടച്ചിടാം. അത് കഴിയുമ്പോഴത്തേക്ക് ആ സമയം കൊണ്ട് നമുക്ക് കല്ല് ചൂടാക്കാം. ഓക്കെ, ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതെടുത്ത് മാറ്റാം. കുറച്ച് എണ്ണ ഒഴിക്കണം, മാറ്റി വയ്ക്കാം. എണ്ണ ഒഴിച്ച ശേഷം പൊറോട്ട നമ്മൾ പരത്തി വെച്ച് ഇതേപോലെ അടുത്തത് കല്ല് ചൂടായിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിക്കണം. ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോരോ പൊറോട്ട വീതം ഇടാം. കുറച്ച് എണ്ണ മുകളിൽ ഒഴിച്ച് കൊടുക്കണം. കുറച്ച് എണ്ണ തിരിച്ചിടണം. കണ്ട ഏകദേശം ആയിട്ടുണ്ട്. ഇതിലും കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. കുറച്ച് നേരം തിരിച്ച് മറിച്ചിടണം. മറ്റിട്ടു. അടുത്തത് ഇടാം. ഏകദേശം നമ്മൾ 5 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 5 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. ഈ 5 എണ്ണം ഇട്ട്
ഇട്ട ശേഷം നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ എടുത്ത ശേഷം ഇങ്ങനെ ആക്കിയ ശേഷം ഇതെല്ലാം കറക്റ്റായി വെച്ച ശേഷം നമ്മൾ അടിക്കണം, മീഡിയത്തിൽ അടിക്കണം. മീഡിയം ഇതിലാണ് അടിക്കേണ്ടത്. ചെറിയ ചൂടുണ്ടാവും, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൈ ഇങ്ങനെ വീണ്ടും എണ്ണ കുറച്ചും കൂടെ തേച്ച ശേഷം കുറച്ച് എണ്ണ എടുത്ത ശേഷം വീണ്ടും ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും അടിക്കണം. നമ്മുടെ പെറോട്ട ഏകദേശം ആയിട്ടുണ്ട്. കണ്ട ഒരു പൊരായിട്ടിരിക്കുന്ന ഓരോ ലെയറായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഏകദേശം പൊറോട്ട ആയിട്ടുണ്ട്. കണ്ട എല്ലാം ഏകദേശം ലെയറായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം, വീട്ടിലുണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ കൊണ്ടുവരുന്നവരെ ഗുഡ് ബൈ ഫ്രം ജിതിൻ. ബൈ.